നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൽ എങ്ങനെ ഒരു നേഴ്സ് ആവാം എന്നുള്ളതാണ്. അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഇന്ത്യയിലെ 6 മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിലേക്കാണ് ഇവര് BSc നഴ്സിംഗിന് വേണ്ടി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. ഈ BSc നഴ്സിംഗ് എന്ന കോഴ്സ് 4 വർഷ കോഴ്സാണ്. ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമ്മീഷൻ റാങ്കോടുകൂടി മിലിറ്ററിയിൽ നേഴ്സ് ആവാനായിട്ടുള്ള അവസരമാണ് ഈ MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയെന്നും ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണെന്നും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഇതിന്റെ സ്ക്രീനിങ് പ്രോസസ്സ് നടക്കുന്നതെന്നും നിങ്ങൾക്ക് ഇതിലുള്ള അലവൻസുകൾ എന്തൊക്കെ ലഭിക്കുമെന്നും എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ആംഡ് ഫോഴ്സസ് നഴ്സിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മാൻഡേറ്ററി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മാൻഡേറ്ററി കണ്ടീഷൻസ് ആണുള്ളത്. അതായത് നിങ്ങൾ അതാത് വർഷത്തെ നീറ്റ് UG ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. തേർഡ് കണ്ടീഷൻ ആയിട്ട് പറയുന്നത് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡൽഹിയിലെ കണ്ടോൺമെന്റിലുള്ള ബേസ് ഹോസ്പിറ്റലിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് ഹാജരാവണം. ഇതാണ് മാൻഡേറ്ററി കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. അടുത്ത നമുക്ക് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതും അൺമാരീഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്, അതല്ലെങ്കിൽ ലീഗലി സെപ്പറേറ്റഡ്, അതല്ലെങ്കിൽ വിഡോസ് വിത്തൗട്ട് എൻകംബറൻസസ്, അതായത് യാതൊരു ബാധ്യതകളും ഇല്ലാത്ത പെൺകുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ ഒരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ എലിജിബിലിറ്റി കണ്ടീഷൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് അതാത് വർഷങ്ങളിൽ അവര് ഏത് ഇയറിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 സയൻസ് സ്ട്രീമിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായ കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഇത് 4 കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതിൽ 50% മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അടുത്തതാണ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 152 സെന്റിമീറ്റേഴ്സ് ആണ് മിനിമം ഹൈറ്റ് പറയുന്നത്. ഇതിന് ഹില്ലി ഏരിയാസിനും അതോടൊപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് കുറച്ച് അലവൻസ് ഉണ്ട്. അവർക്ക് 147 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് ആയാലും മതി. അപ്ലൈ ചെയ്യുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് 18 ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 2 സെന്റിമീറ്റർ ഗ്രോത്ത് അലവൻസ് അവർ അനുവദിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് 18 ഇയേഴ്സ് ആയിട്ടില്ല എങ്കിൽ 152 പകരം 150 സെന്റിമീറ്റേഴ്സ് ആയാലും മതി. അതല്ലെങ്കിൽ 147 എന്നുള്ളതിന് 145 സെന്റിമീറ്റേഴ്സ് ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഇതിന്റെ സ്ക്രീനിങ് പ്രോസസ്സ് വരുന്നത്. ഈ സ്ക്രീനിങ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നീറ്റ് UG പാസ്സാവണം. അതായത് നീറ്റ് UG ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ അഡ്മിറ്റ് കാർഡിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും വെരിഫിക്കേഷന് വേണ്ടി ഹാജരാക്കേണ്ടതാണ്. അതാണ് സ്ക്രീനിങ് പ്രോസസ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് കൊടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊരു റെസീറ്റ് വാങ്ങണം. അതായത് ഈ ഇന്ന ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു റെസീറ്റ് നിങ്ങൾ വാങ്ങിയാലും മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവിടെ ഹാജരാകാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു അണ്ടർടേക്കിംഗ് നൽകിയാൽ മതി. അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് ഡൽഹി കണ്ടോൺമെന്റിലുള്ള ബേസ് ഹോസ്പിറ്റലിലാണ്. അടുത്ത പ്രോസസ്സ് നിങ്ങൾ ഒരു ടെസ്റ്റ് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 30 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ആ 40 ക്വസ്റ്റ്യൻസിനും ഓരോ കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് 2 മാർക്ക് വീതം ലഭിക്കും. ഓരോ റോങ് ആൻസറിന് 0.5 മാർക്ക് വെച്ച് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ സ്ക്രീനിങ് പ്രോസസ്സിലെ 3rd സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അടുത്ത പ്രോസസ്സ്, അതായത് 4ാമത്തെ പ്രോസസ്സാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സ്. സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ നടത്തുന്നത് ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലിലെ ബോർഡ് ഓഫ് ഓഫീസേഴ്സ് ആയിരിക്കും. അവർ നിങ്ങളോട് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടൊപ്പം ജനറൽ നോളജ്,
ജനറൽ അവയർനെസ്, അതോടൊപ്പം നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് എന്നിങ്ങനെയുള്ള മേഖലയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ സ്പോർട്സ് ലെവലിൽ നിങ്ങൾക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ സമയത്ത് കുറച്ച് വെയിറ്റേജ് ലഭിക്കുന്നതാണ്. സേനയിൽ ജോലി ചെയ്യുന്ന ഭടന്മാരുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ ഏതെങ്കിലും മുന്നേറ്റങ്ങളിൽ മരണമടഞ്ഞ സൈനികർ, മറ്റ് ഓഫീസർ എന്നിവരുടെ മക്കൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്ത പ്രോസസ്സാണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത് നിങ്ങളുടെ ജോലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള മെഡിക്കലി ഫിറ്റ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനും നടത്തുന്നതായിരിക്കും. ഇതിന്റെ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് നിങ്ങളുടെ നീറ്റ് യുജിയിലെ സ്കോറും അതോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ഓഫ് ജനറൽ ഇംഗ്ലീഷും ജനറൽ ഇന്റലിജൻസിന്റെ സ്കോറും ഫിസിക്കൽ അസസ്മെന്റിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടി മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. ഈ ടോട്ടൽ മാർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്ത റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അലോട്ട്മെന്റ് നൽകുന്നത്. ഇന്ത്യയിലെ 6 മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുക. ടോട്ടലി ഉള്ള സീറ്റ് 220 സീറ്റ്സ് ആണ്. അത് ഈ 6 കോളേജസിലും എത്ര സീറ്റ്സ് വീതം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കോളേജ് ഓഫ് നഴ്സിംഗ് AFMC പൂനെയിൽ 40 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോളേജ് ഓഫ് നഴ്സിംഗ് കൊൽക്കത്തയിൽ 30 സീറ്റ്സ്, കോളേജ് ഓഫ് നഴ്സിംഗ് മുംബൈയിൽ 40 സീറ്റ്സ്, കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹിയിൽ 30 സീറ്റ്സ്, കോളേജ് ഓഫ് നഴ്സിംഗ് ലക്നൌവിൽ 40 സീറ്റ്സ്, കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിൽ 40 സീറ്റ്സ്. അങ്ങനെയാണ് 220 സീറ്റ്സ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെല്ലാം ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൽ നിങ്ങൾ ഒരു മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തോളാം എന്നുള്ളൊരു ബോണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഇനി ട്രെയിനിങ് കാലയളവിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സൗജന്യമായിട്ട് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഫ്രീ റേഷൻ ലഭിക്കും, ഫ്രീ അക്കോമഡേഷൻ ലഭിക്കും, അതോടൊപ്പം യൂണിഫോം അലവൻസസും കൂടാതെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈഫൻഡും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ആ കോഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര നാളാണോ നിങ്ങൾ അവിടെ പഠിച്ചത് അതനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു റേറ്റിൽ നിങ്ങൾ അവിടെ ബോണ്ട് മണി പേ ചെയ്യേണ്ടതാണ്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം 7 ദിവസത്തിന് ശേഷം എന്ന് നിങ്ങൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് പോന്നാലും നിങ്ങൾ ഈ ബോണ്ട് മണി അവർക്ക് അവിടെ നൽകേണ്ടതാണ്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ ട്രെയിനിങ് സമയത്ത് നിങ്ങൾ ട്രെയിനിങ് ടെർമിനേറ്റ് ചെയ്ത് പോരുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ഓഫീസറായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാവരും നിങ്ങൾ ബോണ്ട് മണി അവർക്ക് പേ ചെയ്യേണ്ടതാണ്. ഇനി ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ആയിട്ടോ അതല്ലെങ്കിൽ പെർമനന്റ് സർവീസ് കമ്മീഷനായിട്ടോ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കാം. ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മിനിമം 5 ഇയേഴ്സ് ഈ മിലിറ്ററിയിൽ സെർവ് ചെയ്യണം. ഈ സെർവ് ചെയ്യുന്ന സമയത്ത് 5 ഇയറിന് ശേഷം വീണ്ടും ഒരു 5 ഇയർ പ്ലസ് ഒരു 4 ഇയർ, അതായത് 14 ഇയേഴ്സ് വരെ നിങ്ങൾക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. പെർമനന്റ് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജ് വരെയുള്ള സർവീസാണ് പെർമനന്റ് സർവീസ് കമ്മീഷൻ. അപ്പോയിൻമെന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സേനാ വിഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ നഴ്സിംഗ് ഓഫീസേഴ്സിന്റെ പ്രൊമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എൻട്രി ലെവല് ലെഫ്റ്റനന്റ് ആണ്. അതിനുശേഷം 3 ഇയേഴ്സ് ഓഫ് സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാം. 8 ഇയേഴ്സ് ഓഫ് സർവീസ് കഴിഞ്ഞാൽ മേജർ ആവാം. പെർമനന്റ് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ നിങ്ങൾ മറ്റേതുപോലെ തന്നെ എൻട്രി ലെവലിലെ ലെഫ്റ്റനന്റ് ആണ്, അതിനുശേഷം ക്യാപ്റ്റൻ ആവാം, അതിനുശേഷം 8 ഇയേഴ്സ് സർവീസ് കഴിയുമ്പോൾ മേജർ ആവാം. അതിനുശേഷമുള്ളതാണ് ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്നത്. അത് 16 ഇയേഴ്സ് ഓഫ് സർവീസിന് ശേഷമാണ് ആവുക. അതിനുശേഷം കേണൽ, ബ്രിഗേഡിയർ, മേജർ ഈ ലെവൽ വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നീറ്റ് യുജിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ ഇവർ സൈറ്റ് ഓപ്പൺ ആക്കും. സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ 2025 നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം ജൂൺ മിഡ് വീക്കോടുകൂടി ഇതിന്റെ സൈറ്റ് ഇവർ ഓപ്പൺ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ത്യൻ മിലിറ്ററി സർവീസസിൽ എങ്ങനെ ഒരു നേഴ്സ് ആവാം എന്നുള്ളത്. ഈ വർഷത്തെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.